പ്രായമേറിയവരെ, 40 കഴിഞ്ഞവരെ, 50ഉം 60ഉം കഴിഞ്ഞവരെ അള്ളാഹുവിന്റെ കിതാബ് മനഃപ്പാഠമാക്കുന്നതിൽ നിരാശ വേണ്ടതില്ല. അതെനിക്ക് സാധിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ പ്രത്യേകം ഒരു തലക്കെട്ട് തന്നെ കൊണ്ടുവന്നത് കാണാം. നബിയുടെ സഹാബത്ത് അവർ ദീൻ പഠിച്ചത് കിബാറൻ, വലിയ പ്രായം ചെന്നതിന് ശേഷമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് തന്നെ നബിക്ക് 40 വയസ്സ് തികഞ്ഞപ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ 63 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നമ്മുടെ റസൂൽ അത് പൂർണ്ണമായും നബിയുടെ മനസ്സിൽ നിറഞ്ഞത് ആ പ്രായമെത്തിയപ്പോഴാണ്. നബിയേക്കാൾ 2 വയസ്സ് മാത്രമാണ് പ്രായക്കുറവ് അബൂബക്കർ സിദ്ദീഖിന് റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായത്തിൽ മൂപ്പുണ്ടായിരുന്ന സഹാബത്തുണ്ടായിരുന്നു. പ്രായം കൊണ്ട് നബിയേക്കാൾ മൂത്തവരായ സഹാബത്തുണ്ടായിരുന്നു. അവർ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിച്ചത്? പ്രായം വൈകിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ, ദീൻ പഠിക്കാൻ പ്രായം തടസ്സമല്ല. മഹാന്മാർ അഹ്ലുസുന്നത്തിന്റെ ഉലമ, പണ്ഡിതന്മാരിൽ എണ്ണമറ്റ ആളുകൾ പ്രായമേറിയതിനു ശേഷം പഠിച്ച ആളുകളായിരുന്നു. ഒരുപാട് ആളുകൾ ദീൻ പഠിക്കാൻ ആരംഭിച്ചത് പ്രായമേറിയതിനു ശേഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. പഠിച്ചു തുടങ്ങൂ. അള്ളാഹുവിന്റെ കലാം ഹിഫ്ളാക്കി തുടങ്ങൂ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയട്ടെ, നിങ്ങളുടെ ജീവിതം അത് മറ്റൊരു പുതിയ താൾ ആ ജീവിതത്തിൽ ആരംഭിച്ചതായി നിങ്ങൾക്ക് അതിലൂടെ അനുഭവപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെടും, യാതൊരു സംശയം. നിങ്ങൾ എഴുതി വെച്ചോളൂ. അള്ളാഹുവിന്റെ കലാം എങ്ങാനും പഠിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുകയാണ്. അതിനൊരു നേരം മാറ്റിവെക്കുകയാണ്. നിങ്ങളുടെ ജീവിതം മാറുന്നത്, നിങ്ങളുടെ ഹയാത്ത് ഇതുവരെ സഞ്ചരിച്ച വഴിയിൽ നിന്ന് മനോഹരമായ മറ്റൊരു വഴിയിലേക്ക് മാറി സഞ്ചരിക്കുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അനുഭവപ്പെടും. യാതൊരു സംശയവുമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് പടപ്പുകളുടെ സംസാരമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. നിന്റെ റബ്ബിന്റെ സംസാരം. അവനാണ് സംസാരിക്കുന്നത്, അവനാണ് പറയുന്നത്. അതുകൊണ്ട് അവന്റെ കലാം മനഃപ്പാഠമാക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സമയം നീ മാറ്റിവെച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അതിനേക്കാൾ നല്ലത് പകരം നൽകുകയില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനേക്കാൾ നിനക്ക് ഔദാര്യമുണ്ട്, റബ്ബിനേക്കാൾ വലിയ കരിയം നീയാണ് എന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചു പോകരുത്. അള്ളാഹു ഏറ്റവും നല്ലത് പകരം നൽകും. റബ്ബിന്റെ കലാം പഠിക്കാൻ നീ ഒരു ചെറിയ സമയം മാറ്റിവെച്ചാൽ പഠിച്ചു നോക്കൂ. നിങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചു നോക്കൂ. അല്പമെങ്കിലും